ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി ആതുര മന്ദിരം. അപൂർവ വൈദ്യൻ. ആ ആദ്യ വൈദ്യനെ വന്ദിച്ചുകൊണ്ടാണ് ഭാരതം ആരോഗ്യ മേഖലയിലേക്ക് കടക്കുന്നത് തന്നെ. ഈശ്വരൻ തന്നെ അപൂർവ വൈദ്യൻ. ഏതു രോഗത്തെയും ഹരിക്കാനും ഇനിയൊരു രോഗം വരാതെ കാക്കാനും ഈശ്വരനേ കഴിയൂ. അതിനാൽ ആയുർവേദം ആ അപൂർവ വൈദ്യനെ നമിച്ചുകൊണ്ട് ചികിത്സിക്കാൻ വൈദ്യന്മാരെ ഉപദേശിച്ചു. മാനവരാശിയുടെ സുഹൃതത്താൽ സത്യസായി സ്വരൂപത്തിൽ അപൂർവ വൈദ്യനെ കാണാനും രോഗശമനത്തിനുള്ള ഉപായം നേടാനും ലോകത്തിന് കഴിഞ്ഞു. രോഗകാരണം ശരീരത്തിലല്ല, മനസ്സിലാണ്. രോഗോന്മൂലനത്തിന് ചികിത്സ വേണ്ടത് മനസ്സിൽ തന്നെ. അതിനാൽ ഋഷി ഉപദേശിച്ചു, രാഗാദികളായ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുക. അതിന് ഈശ്വരനേ കഴിയൂ. രാഗലക്ഷണം, അതായത് രോഗലക്ഷണം ആചാര്യൻ ഇങ്ങനെ വിവരിക്കുന്നു. പൂമൊട്ടിൽ ആദ്യം അവ്യക്തമായിരിക്കുന്ന പുഷ്പഗന്ധം പിന്നീട് പുഷ്പമാകുമ്പോൾ വ്യക്തമാകുന്ന ഗന്ധം പോലെ ആദ്യം അസ്പഷ്ടമായും പരിണാമത്തിൽ വികസിക്കുന്നതും അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടായതും മാനസികമായും തീവ്രമായും ഇരിക്കുന്ന വികാരമാണ് രാഗം. അതായത് എനിക്കത് വേണം, ഇത് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചിട്ട് അതിന് ശ്രമിച്ചിട്ട് കിട്ടുമെന്ന് കരുതിയിരിക്കുമ്പോൾ അത് നഷ്ടമായാൽ ഉണ്ടാകുന്ന ഇച്ഛാഭംഗം രാഗമാണ്. ഈ അവസ്ഥ മനസ്സിലും ക്രമേണ ശരീരത്തിലും ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ പിന്നീട് രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ധാർമ്മികമായി ജീവിച്ച് ഈശ്വര സ്മരണയോടെ കാലം കഴിക്കുകയാണ് സമ്പൂർണ്ണ രോഗവിമുക്തിക്കുള്ള ഒരേ ഒരു വഴി. ഒരുവന് രാഗാദികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ബാല്യാവസ്ഥയിലുള്ള രോഗങ്ങൾക്ക് എന്താണ് അപ്പോൾ വിശദീകരണം? ആചാര്യന്മാർ പറയുന്നു, പൂർവജന്മകൃതം പാപം വ്യാധിയായി മാറിയതാണ്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ആധി മനോനില ആണ് വ്യാധി ശാരീരിക രോഗം ആയി മാറുന്നതെന്ന് വസിഷ്ഠ മഹർഷി രാമന് ഉപദേശിക്കുന്നുണ്ട്. ഇത് കലികാലം. ഇത്തരം സൂക്ഷ്മ തത്വങ്ങൾ ഗ്രഹിക്കാനുള്ള ശുദ്ധബുദ്ധി ലോകത്ത് നന്നേ കുറവ്. സ്ഥൂലബുദ്ധിക്ക് സ്ഥൂലമായിട്ടുള്ള പരിഹാരം കൂടിയേ തീരൂ. മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യ ബന്ധം പോലും ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ട് ഏറെയൊന്നും ആയിട്ടില്ല. ചൂടുള്ള നെയ്യ് ഒഴിച്ചു വെച്ചിരിക്കുന്ന കുംഭത്തിനും ചൂട് പിടിക്കും. ഇങ്ങനെ ഋഷി പറയുന്നു. അതായത് മനസ്സാകുന്ന നെയ്യ് ചൂടുപിടിച്ചാൽ ശരീരമാകുന്ന കുംഭത്തിനും അതിൻ്റെതായ ഗുണദോഷങ്ങൾ ഉണ്ടാകും. മരുന്നും മന്ത്രവും, അതായത് ഔഷധവും ഈശ്വരകൃപയും ഒരുമിച്ചെങ്കിലേ രോഗശമനം പൂർണ്ണമായും ഉണ്ടാകൂ. ഈശ്വരകൃപ ഉണ്ടായാലേ രോഗനിദാനമായ മനം അടങ്ങുകയുള്ളൂ. അസ്വസ്ഥമായ മനസ്സ് ഉള്ള രോഗത്തെ വർദ്ധിപ്പിക്കുകയോ പുതുരോഗത്തെ സൃഷ്ടിക്കുകയോ ചെയ്യും. ഈ വസ്തുത മനസ്സിലാക്കാതെ ശരീരക്ലേശങ്ങളെ പരിഹരിക്കാനുള്ള തത്രപ്പാടിലാണ് ആധുനികൻ. അപാരകൃപയാൽ അവതാരപുരുഷൻ മാനവന്റെ ഇന്നത്തെ തലത്തിലേക്ക് ഇറങ്ങി വന്നു. രോഗാദികൾക്കുള്ള പരിഹാരവും ഉപദേശിച്ചു. രോഗങ്ങളെ അകറ്റാൻ തിരുനാമജപം, വിഭൂതി ഇതിലേതെങ്കിലും മതി. പക്ഷേ ഈ യുഗത്തിൽ മനോമാലിന്യം മൂലം മാനവന് അതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആശുപത്രി വേണ്ടി വരുന്നത്. ചികിത്സയ്ക്കായി മാത്രം വരുന്നവൻ മരുന്ന് വാങ്ങിപ്പോകട്ടെ. അതുകൊണ്ടാണ് ആശുപത്രി പ്രശാന്തി നിലയത്തിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ സ്ഥാപിച്ചിട്ടുള്ളത്. അതുമാത്രം വേണ്ടവർക്ക് ചികിത്സ നേടി മടങ്ങാം. എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം പ്രശാന്തി നിലയത്തിൽ വന്നാൽ മതി. സായി ആതുര മന്ദിരങ്ങളിൽ എപ്പോഴെങ്കിലും ഒരുവൻ കയറിയാൽ ഈശ്വര മഹിമയുടെ ആഴവും പരപ്പും കണ്ട് ഭയഭക്തി ബഹുമാനങ്ങളോടെ സായി സന്നിധിയിൽ ചെല്ലും. അവിടെ മുഴുവൻ അവന്റെ ജീവിതം പരിവർത്തന വിധേയമാകും. ആ നിമിഷം ഒരു ജീവന്റെ യാത്രയിലെ ഏറ്റവും പ്രധാന മുഹൂർത്തമാണ്. ജീവൻ ജീവിത ലക്ഷ്യം തേടുന്നത് അവിടെ മുതലാണ്. ഈ പരിവർത്തനത്തിന് വേണ്ടിയാണ് ഈശ്വരൻ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ രോഗത്തെ അനുഗ്രഹമായി കാണുന്നു. വാതരോഗപീഡിതനായ മേൽപ്പത്തൂരിന്റെ പ്രാർത്ഥനയാണല്ലോ ശ്രീമന്നാരായണീയം. ഇന്ന് ആ ഗ്രന്ഥം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് സിദ്ധൌഷധമായി മാറിയിരിക്കുന്നു. പരിവർത്തന വിധേയമായ വ്യക്തി അവന് മാത്രമല്ല ലോകത്തിന് തന്നെ അനുഗ്രഹം ചെയ്യുന്നു എന്ന് സാരം.
ഈശ്വരൻ അവതരിക്കുന്നത് മാനവരാശിയെ വഴിതെളിയിക്കുന്നതിനാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവതാര പുരുഷന്റെ സ്പർശമുണ്ടാകും. വിവേകരഹിതമായ പാശ്ചാത്യാനുകരണം നമ്മെ വിവിധ മേഖലകളിൽ വളരെയേറെ അധപതിപ്പിച്ചു, പ്രത്യേകിച്ച് വിദ്യ, വൈദ്യം, കുടിജലം എന്നീ മേഖലകളിൽ. ഭാരതം ഒരിക്കലും വിൽപ്പന ചരക്കാക്കാത്തവയായിരുന്നു ഇതെല്ലാം. അർഹിക്കുന്നവർക്ക് ഇത് മൂന്നും സൗജന്യമായി, സമൃദ്ധമായി എന്നും സമ്മാനിച്ചിരുന്നു. പക്ഷേ ആധുനിക ലോകം ഇത് മൂന്നും വിലയേറിയ വിൽപ്പന ചരക്കുകളാക്കി. അതിന്റെ ദുരന്തം അനുഭവിച്ചത് സമൂഹത്തിലെ സാധുക്കളും. ആരെയും നോവിക്കാതെ ഈ മൂന്ന് മേഖലകളിലും ഭഗവാൻ ഋഷിദർശനം നടപ്പാക്കി. ഈശ്വരാംബയുടെ പ്രാർത്ഥനയായിരുന്നു അതിന്റെ തുടക്കം. സ്വന്തം ഗ്രാമത്തിലെ സാധുക്കളുടെ ദുരിതങ്ങൾ കണ്ട് നിഷ്കളങ്കയായ ഈശ്വരാംബ 3 കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു. സ്വാമി, കുട്ടികൾക്ക് പഠിക്കാനായി ചെറിയൊരു പള്ളിക്കൂടം ഉണ്ടാക്കണേ. സ്വാമി, ഈ സാധുക്കൾക്ക് ചികിത്സയ്ക്കായി ചെറിയൊരു ആശുപത്രി നിർമ്മിക്കണേ. സ്വാമി, കുടിവെള്ളത്തിന് വേണ്ടി മൈലുകൾ നടക്കേണ്ടി വരുന്നു. അതിനൊരു പരിഹാരമായി ഒരു കിണർ കുഴിച്ചു തരണമേ. മാനവരൂപം പൂണ്ടുവന്ന അവതാര പുരുഷൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യാൻ എത്ര പണം വേണം? എന്റെ കയ്യിൽ അതിനുള്ള പണമില്ലല്ലോ. പൊടുന്നനെ തന്റെ കഴുത്തിൽ കിടന്ന ചെറിയ മാല ഊരി ഭഗവാന്റെ തൃക്കൈകളിൽ സമർപ്പിച്ച് ആ അമ്മ വിതുമ്പി, ഇത് എടുത്തോളൂ സ്വാമി, ഇത് വിറ്റ്. മാല തിരികെ നൽകി അവിടുന്ന് അരുളി, സമയമാകട്ടെ, എല്ലാം ശരിയാകും. കാലം ഒരുങ്ങിയെത്തിയപ്പോൾ ഈശ്വരാംബയുടെ പ്രാർത്ഥനകൾ ഭഗവാൻ പൂർത്തീകരിച്ചു. ലോകത്തെ ഏറ്റവും മുന്തിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗ്രാമത്തിന് സമ്മാനിച്ചു. സമ്പൂർണം സൗജന്യമായി ചികിത്സയും ആരംഭിച്ചു. ചെറിയതായി തുടങ്ങിയ പള്ളിക്കൂടം ഭാരതത്തിലെ ഏറ്റവും മുന്തിയ സ്വയംഭരണ സർവകലാശാലയായി മാറി. 18 മാസം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം പേർക്ക് കുടിജലം അവരുടെ ഗ്രാമങ്ങളിൽ ഭഗവാൻ എത്തിച്ചു കൊടുത്തു. നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെ ഉത്തരം അതിഗംഭീരമായിരിക്കും. 1990-ൽ ഈശ്വരാംബയുടെ പ്രാർത്ഥന നടപ്പാക്കാനുള്ള കളം ഒരുങ്ങി. തിരുനാൾ ദിനത്തിൽ ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്ന ഭക്തലക്ഷങ്ങളോട് ഭഗവാൻ ഹൃദയനൊമ്പരത്തോടെ സംസാരിച്ചു. ഇന്ന് ഇവിടെ രാഷ്ട്രപതി, സംസ്ഥാന മുഖ്യമന്ത്രി, ഗവർണർ തുടങ്ങിയവർ സന്നിഹിതരാണ്. ധനികനെന്നോ പാവപ്പെട്ടവനെന്നോ ഉയർന്ന ജാതിക്കാരനെന്നോ താഴ്ന്ന ജാതിക്കാരനെന്നോ ഭേദമില്ലാതെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം എന്ന പുതിയ ആശയം നടപ്പാക്കിയാൽ അത് രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിയിലേക്കുള്ള കുതിച്ചുചാട്ടമായിരിക്കും. പ്രയോജനകരമല്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി നാം കോടിക്കണക്കിന് ധനം പാഴാക്കുന്നു. നമ്മുടെ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നയിച്ചാൽ രാഷ്ട്രത്തിന് ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും. സൗജന്യ വിദ്യാഭ്യാസവും വൈദ്യസഹായവും എല്ലാവർക്കും നൽകാൻ കഴിയണം. ഈ ഉദ്ദേശത്തോടുകൂടി ഇവിടെ വലിയ ഒരു ആശുപത്രി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. നഗരത്തിലാവണം ഇത്തരമൊരു സംരംഭം എന്ന് പലരും എന്നോട് അപേക്ഷിച്ചു. നഗരങ്ങളിൽ കച്ചവടക്കണ്ണുമായി ധാരാളം ആശുപത്രികൾ ഉണ്ട്. എന്നാൽ സാധുക്കൾക്കായി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ അപൂർവം. അതിനാൽ 100 കോടി രൂപ ചെലവിൽ പ്രശാന്തി നിലയത്തിന് സമീപം വലിയൊരു ആശുപത്രി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. പ്രശാന്തി നിലയത്തിൽ ഉന്നത വിദ്യാഭ്യാസം സൗജന്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഉന്നത വൈദ്യസഹായവും സൗജന്യമായിരിക്കും. ധനികർ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അമേരിക്കയിലേക്ക് പോകുന്നു. പക്ഷേ സാധുക്കളുടെ കാര്യമോ? അവരെ ആര് നോക്കും? നഗരത്തിലെ ആശുപത്രികളിൽ നിന്നും അവർക്ക് നിറമുള്ള മരുന്നുവെള്ളം പോലും ലഭിക്കുകയില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ആശുപത്രി തുടങ്ങാൻ നിശ്ചയിച്ചത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്കോ തലച്ചോറിലെ ശസ്ത്രക്രിയയോ ഏതായാലും എല്ലാം ഇവിടെ സൗജന്യമായിരിക്കും. 1991 നവംബർ 22-ന് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കും. ഇത് സായി സങ്കല്പമാണ്. അതിന്റെ ആഴമളക്കാൻ ആർക്കും സാധ്യമല്ല. സായിയെ സംബന്ധിച്ചിടത്തോളം വിചാരവും പ്രവൃത്തിയും തോക്ക് പ്രവർത്തിക്കുമ്പോൾ ശബ്ദവും വെളിച്ചവും എപ്രകാരം ഒരുമിച്ച് സംഭവിക്കുന്നുവോ അതുപോലെ തന്നെ ഒരുമിച്ച് സംഭവിക്കും. അതുകൊണ്ട് സായിയുടെ ദൃഢനിശ്ചയം ആർക്കും അത്ര എളുപ്പം മനസ്സിലാവുകയില്ല. ദിവ്യപ്രേമ സ്വരൂപന്മാരെ, എന്നിൽ സ്വാർത്ഥ താല്പര്യത്തിന്റെ കണിക പോലുമില്ല. ഞാൻ ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ ഞാൻ മറ്റുള്ളവർ ആയല്ല കാണുന്നത്. നിങ്ങൾ എൻ്റെ സ്വന്തം ആളുകൾ ആണ്. ഈ വിധം എല്ലാറ്റിനെയും ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ബോധം
ലോകത്ത് മറ്റേ എവിടെയും കാണാൻ കഴിയുമോ? 50 വർഷം കൊണ്ട് ലോകം മുഴുവൻ ഇത്ര ബൃഹത്തായി വളർന്ന് വികസിച്ച വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടോ? ഇതിനു മുമ്പുള്ള അവതാരങ്ങൾ അവരുടെ കാലശേഷമാണ് അറിയപ്പെട്ടത്. ഈ അവതാരത്തിൽ സ്വന്തം ജീവിതകാലത്തു തന്നെ ഒരു സർവകലാശാല, വലിയ ആശുപത്രി, വിമാനത്താവളം തുടങ്ങി മറ്റനേകം സ്ഥാപനങ്ങൾ എല്ലാവർക്കു വേണ്ടിയും, പ്രത്യേകിച്ച് ഗ്രാമീണരായ ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടു. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് പലരും അത്ഭുതപ്പെടുന്നു. ഈ അവതാരം 64 വർഷം മുമ്പ് ആഗമിച്ചു. ഇതുവരെ ആരുടെ മുന്നിലും ഒരിക്കലും ഞാൻ കൈനീട്ടിയിട്ടില്ല. ആരോടും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരിക്കലും ആവശ്യപ്പെടുകയുമില്ല. അതിനുള്ള സന്ദർഭം ഒരിക്കലും ഉണ്ടാവുകയുമില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഭാരതദേശത്ത് നിസ്വാർത്ഥമായ ഒരു നല്ല സംരംഭത്തിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. നല്ല കാര്യം ചെയ്യാനിറങ്ങിയാൽ ശക്തിയോടെ തടസ്സമില്ലാതെ ധനം ഒഴുകിയെത്തും. ഇടുങ്ങിയ ചിന്താഗതിക്കാർ സ്വാർത്ഥതയോടെയേ പ്രവർത്തിക്കൂ. അതിനാൽ അവർക്ക് വിശാല മനസ്കരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുഴുവൻ മാനവരാശിയോടും സഹോദരീ സഹോദരന്മാരെ പോലെ പെരുമാറുക. എല്ലാവരും ഈശ്വര സന്തതികളാണെന്ന് തിരിച്ചറിയൂ. ആരോടും ഈർഷ്യയോ വെറുപ്പോ ഉണ്ടാകരുത്. അപ്പോൾ മാത്രമേ ഈശ്വരകൃപ അളവില്ലാതെ നിങ്ങൾക്കു ലഭിക്കൂ. ഞാൻ എപ്പോഴും അനന്തമായ ആനന്ദത്തിൽ മഗ്നനാണ്. ഒരിക്കലും ഞാൻ ദുഃഖിച്ചിട്ടില്ല. കാരണം എന്താണ്? ഒഴുകുന്ന മേഘങ്ങൾ പോലെയാണ് എല്ലാം എന്ന് എനിക്കറിയാം. അതിനാൽ അവയെ ചൊല്ലി എന്തിനു ദുഃഖിക്കണം? ജനന മരണങ്ങളിൽ നമ്മൾ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. നഗ്നരായി ഭൂമിയിലേക്ക് വരുന്നവരാണ് നമ്മൾ. പോകുമ്പോൾ പോകുന്ന ദിക്കിലെ മേൽവിലാസം കൊടുത്തിട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ അവർ ബന്ധുക്കളാകുന്നത് എങ്ങനെ? ഇതെല്ലാം ലൗകിക പ്രതിഭാസങ്ങളാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം സ്നേഹത്തിലും ഒരുമയിലും കഴിയണം. ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാം. ഈശ്വരനെ മറന്ന് ലോകവ്യാപാരങ്ങളിൽ മുഴുകിയാൽ നിങ്ങൾ എന്ത് നേടും? ഈശ്വരനിൽ അടിയുറച്ചു വിശ്വസിക്കുക. ജാതി, മതം, ദേശം തുടങ്ങിയ വ്യത്യാസങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം നൽകരുത്. എല്ലാ നാമരൂപഭാവങ്ങളും ദൈവികമാണ്. നിങ്ങൾ ദർശിക്കുന്നത് മുഴുവൻ ഈശ്വര ചൈതന്യമാണ്. ഈശ്വരനാമം ജപിച്ച് ജപിച്ച് ജീവിതം വീണ്ടെടുക്കുക. വീർപ്പടക്കിയാണ് ഹിൽ വ്യൂ സ്റ്റേഡിയത്തിലെ ജനലക്ഷങ്ങൾ ഭഗവത് വാണികൾ കേട്ടത്. 100 കോടി രൂപയുടെ ആശുപത്രി, അതും ഈ ഗ്രാമപ്രദേശത്ത്. ഇതെങ്ങനെ സാധിക്കും? അതും ഒരു വർഷം കൊണ്ട്. ഓം തത്സത്ത്.